നമ്മുടെ ഒരു ഓൾ കേരള സൈക്കിൾ റൈഡ് അങ്ങനെ നമ്മൾ എരുമാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇന്നലെ എരുമാട് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കിനി ഇന്ന് അത്യാവശ്യം റൈഡ് ചെയ്ത് പോകാണ്ട്. ഇന്നത്തെ നമ്മൾ റൈഡ് കുറച്ച് എക്സൈറ്റഡും കൂടിയാണ്. അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്യാനും ഉണ്ട്. മാത്രമല്ല നമ്മൾ ഇന്നത്തെ യാത്ര കാട്ടിലൂടെയാണ്. നമ്മൾ എരുമാട് ദേവാല പന്തല്ലൂർ ദേവാല നാടുകാണി ഈ റൂട്ടിലൂടെ പോകുന്നത്. അപ്പോൾ ഈ റൂട്ടിൽ നമ്മളിപ്പോൾ റൈഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വാഹനങ്ങൾ കുറവാണ്. പിന്നെ ആന ഇറങ്ങണ പുലി ഇറങ്ങണ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി നമുക്ക് നൈറ്റ് അവിടെ റൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മോർണിംഗിൽ അതേപോലെ നല്ല രാവിലെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഈ ടൈമിൽ നമ്മൾ റൈഡ് ചെയ്ത് പോകണം. അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ റൈഡ് ചെയ്ത് പോകണപ്പോൾ ക്ഷീണിച്ചു. അത്യാവശ്യം കയറ്റവും ഇറക്കവും ഒക്കെ വരുന്ന റൂട്ടാണ്. ഇറക്കം വരുമ്പോൾ അത്യാവശ്യം ഇറക്കം ഉണ്ടാവും, കയറ്റം വരുമ്പോൾ അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. അപ്പോൾ ഇത് എനിക്ക് കുറച്ച് ടാസ്ക് ടെൻഷനും പേടിയുണ്ടായിരുന്നു. നമ്മൾ റൈഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ ആന വരുമോ പുലി വരുമോ എന്നുള്ള ഒരു പേടിയൊക്കെ പേടിച്ചിട്ടായിരുന്നു നമ്മളെ യാത്ര. പക്ഷേ എന്നാലും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഒരു യാത്രൻ്റെ ഇടയിൽ അത്യാവശ്യം ക്ഷീണം വരും എന്നുള്ളത്. പിന്നെ എനിക്കെന്താ വെച്ചാൽ കുട്ടികളെ വെച്ചിട്ട് പോകണതുകൊണ്ട് ഒരു ആന വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു റൂട്ട് പ്രത്യേകം പറയേണ്ടത് വെച്ചാൽ അടിപൊളിയാണ്. നമ്മൾ പോകുന്ന വഴിയാണെന്നുണ്ടെങ്കിലും അത്ര രസമുണ്ടായിരുന്നു നമുക്ക്. ആ ഒരു പിന്നെ തമിഴ്നാട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു യാത്രൻ്റെ ഇടയിൽ തമിഴ്നാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. നമ്മൾ വയനാട് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ തമിഴ്നാട് എൻ്റർ ചെയ്തല്ലോ. അപ്പോൾ ഈ ഒരു പന്തല്ലൂർ ദേവാലയ റൂട്ടൊക്കെ നമ്മൾ തമിഴ്നാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനിവാര്യതയും അതും നമുക്കൊന്ന് വൈബാക്കാൻ പറ്റി. അതിനെ കൂടെ റൈഡ് ചെയ്ത് പോകുമ്പോൾ സത്യത്തിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പോലെ നമ്മൾ റെസ്റ്റ് എടുത്ത് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെച്ചാൽ വെള്ളം ഇതുപോലെ നമുക്ക് വെള്ളം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് 5 ലിറ്ററിൻ്റെ വെള്ളം അവിടെ മേടിക്കാൻ കിട്ടുള്ളൂ. നമ്മളടുത്ത് 1 ലിറ്റർ വെള്ളം അവിടെ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് റൈഡിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ചൂടും വെയിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം മസ്റ്റാണ്. വേറെ എന്തില്ലെങ്കിലും വെള്ളം നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. റൈഡ് ചെയ്ത് അതിന് വെള്ളം കുടിക്കാനായിട്ട് റൈഡ് ചെയ്യാണോ തോന്നും. അത്രയ്ക്ക് വെള്ളം നമ്മൾ ഈ ഒരു യാത്രൻ്റെ ഇടയിൽ കുടിക്കലുണ്ട്. പച്ചവെള്ളത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ നമ്മൾ ആ പോണ വഴിയാണ് ആ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുമ്പോൾ ഇറക്കാവുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇടയിൽ കയറ്റം വരും. അപ്പോൾ നമ്മൾ പറ്റണ പോലെ റൈഡ് ചെയ്യും. പിന്നെ അതേ കുന്തിങ്ങാണ്ടും ഒക്കെ നമ്മൾ അങ്ങനെ സുഖമായിട്ട് റൈഡ് ചെയ്ത് പോയി. അത് മാന്തി കൊണ്ടുപോകണം. ചില സ്ഥലത്ത് കല്ല് പാറ ഉണ്ടോ അത് ബ്ലാസ്റ്റ് വെക്കും. പൊട്ടിച്ചു അപ്പോൾ വലിയ സ്റ്റോൺ കിട്ടും, വലിയ പാറ കിട്ടും. അങ്ങനെ ബീജാക്കാനും പാടില്ല. 6 അടി ഒരു മനുഷ്യൻ പോണെങ്കിൽ 6 അടി പൊക്കം ഉണ്ടാക്കണം. 4 അടി ബീജി ഉണ്ടാക്കണം. ഗ്യാസിൽ മാന്താൻ പാടില്ല. മാന്തല് ഇടിയും. അങ്ങനെയാണ് അത് എടുക്കുന്നത്. ഞങ്ങൾ ഈ ഭാഗമൊക്കെ എടുക്കും. ഞാൻ ആദ്യമായിട്ട് കാണാറ് ഫസ്റ്റ് ടൈം. ഇവിടെ ഉണ്ട് ഇഷ്ടം വേസ്റ്റ്. ഇത് ഒമ്പത് കൊല്ലം പണിയെടുത്തത് അവർ ആന്ധ്രക്കാരാ. ഇതിന്റെ വലിയ കല്ല് പോലെ കൊണ്ടുപോകും. ചെറുത്ത് അവിടെ അങ്ങനെ ബുക്കായിട്ടുണ്ടോ? ബുക്ക് ജസ്റ്റ് ഒന്ന് കാണുമെന്ന് പറഞ്ഞു. പാളി നിൽക്കുന്നുണ്ട്. പൊട്ടിച്ചതിന്റെ ഉള്ളൊന്നും എടുക്കുമോ? ഇതിന് ചെറുതിനൊക്കെ എത്ര വരിക? അത് പൊടിയാ. ഇത് എന്താണെന്ന് പറഞ്ഞുതരും എനിക്ക്. മൈക്ക ഗ്ലാസ് മാറി. ഇത് എന്തിനാ ഉപയോഗിക്കുക? അത് ഈ പ്ലേനുകൾ ഇതിനൊക്കെ ഉപയോഗിക്കും. ആണല്ലേ? ഗ്ലാസ് ഉണ്ടാക്കാൻ അവർ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കും. നമ്മളെന്തായാലും ഇത് ഫസ്റ്റ് കാണാണ് ഇങ്ങനെ ഒരു സാധനം. ഇതല്ലേ പറ്റി ഇവിടെ കൂടെ ഒരുപാടുണ്ട്. ഇങ്ങനെ ഒരു തിളക്കം കണ്ടപ്പോൾ ഞങ്ങളൊന്ന് വന്നു നോക്കിയതാണ്. അപ്പോൾ അപ്പോഴത്തെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്താ ഇതെന്താന്ന് അവർ പറഞ്ഞു തന്നത്? നാച്ചുറൽ സ്റ്റോൺ. നാച്ചുറൽ സ്റ്റോൺ അല്ലേ? ഇതിങ്ങനെ മൈക്ക പറഞ്ഞ സാധനം. മൈക്ക പേരില്ലേ? ഇതിങ്ങനെ ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ്, ഗ്ലാസ് പർപ്പസിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ആന്ധ്രാപ്രദേശിലാണ് പോകുന്നത്. ഇതിന്റെ വലിയ കല്ല്. ആന്ധ്ര അല്ലേ?
നിങ്ങളുടെ പേരെന്താണ്? കുട്ടൻ. കിട്ടാൻ ആന്ധ്രയിലു തെലുങ്ക. തെലുങ്ക്. ഇതെന്താ? ആന്ധ്ര തെലുങ്ക് നാടാ. ഇതെന്താ? അവരാണ് നമുക്ക് ഇതിനെപ്പറ്റി ഇതന്നെ സാധനം ഇതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കണം. ഇങ്ങനെ പൊടിച്ചെടുക്കണം. അങ്ങനെ ഓരോന്ന് പീസ് പീസാക്കി എടുക്കും. നോട്ട് ബുക്ക് മാറി കണ്ടോ? പക്ഷെ പൊടി വെക്കണല്ലേ? മിറർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ, കണ്ണാടി എല്ലാം ഉണ്ടാക്കും. അവിടെ കുറച്ച് അങ്ങോട്ടൊക്കെ അതെല്ലാം കൊണ്ട് നല്ല ക്വാളിറ്റി കൊണ്ടുപോയിട്ട് ഇതാണ് സംഭവം. നമ്മളിതിങ്ങനെ കണ്ടപ്പോൾ വല്ല ഗ്ലാസ് പൊട്ടി കിടക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയത്. ഇപ്പോൾ നാച്ചുറലായിട്ട് ഇവിടെ ഉണ്ടാവുന്നതാണ്. എന്തായാലും ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എരുമാടുന്ന് പന്തല്ലൂർ പോകുന്ന റൂട്ടിലാണ്. ഇവിടെ സ്ഥലപ്പേര് എന്തൊക്കെ? ചേരമ്പാടിയിലെ. ചേരമ്പാടിയിലെത്തിയപ്പോൾ കണ്ടൊരു മനോഹരമായ കാഴ്ചയാണ്. പക്ഷെ മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? അതിന്റെ പേര് മൈക്കമലീസ്. താങ്ക് യു. മരം അല്ലേ? റെസ്റ്റ് സ്പോട്ട് ഇത് നല്ല നെക്സ്റ്റോ എത്രാമത്തെ സ്പോട്ടാ അതിന്റെ? മൂന്നാമത്തത്. എന്നാലും ഇത്ര പോകുന്ന ഭാഗം ഒന്ന് സ്പോട്ടിലല്ലേ നിർത്തിയിട്ടുള്ളൂ. 12 കിലോമീറ്റർ പോകുന്നു. ഇവിടുത്തെ ബാർബർ ഷോപ്പൊക്കെ ആണോ? കാറ്റും എല്ലാവരും മലപ്പുറത്ത് എവിടെ? മലപ്പുറത്ത് തന്നെ. പറഞ്ഞോളെ പേരും സ്ഥലം പറഞ്ഞാൽ മതി. മലപ്പുറം. സനൂഫോ? കണ്ടതിൽ സന്തോഷം. നാട്ടുകാരെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. ഞാൻ അങ്ങനെ പോവാൻ നിൽക്കുന്നു. മലപ്പുറം 10 ഉണ്ട്. ഇതൊക്കെ നമ്മള് നേരത്തെ ടീമിനെ കണ്ടിട്ടുണ്ടായിരുന്നു മലപ്പുറത്തുള്ള. നമ്മള് റൈഡ് ചെയ്ത് പോന്നപ്പോ നമ്മളെ കണ്ടിട്ട് അങ്ങനെ പോയതേനു. പിന്നെ തിരിച്ച് നമ്മളോട് ഫുഡൊക്കെ കഴിച്ചോന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചപ്പോ ഇറങ്ങിയിട്ടുള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് മേടിച്ചു തന്നിട്ടാ മമ്മ പൊട്ടിച്ചേരാം. മമ്മ പൊട്ടിച്ചേരാം. ആദ്യം ഇത് കഴിക്ക്. ഐസ്ക്രീമും കുട്ടികൾക്ക് മിഠായിയും ഒക്കെ ഉണ്ട്. നമ്മളേതായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കിയാണ്. ഇപ്പൊ ഐസ്ക്രീമും കഴിച്ചിട്ട് നല്ല ചൂടാ. പറ്റിയ സാധനം. പാലക്കാട് പോകും. പിന്നെ ഒരുപാട് പോകാണ്ട്. ശരി. നാട്ടിക്കില്ല ചാനലില്ല. അപ്പൊ ആയിക്കൂടെ ഒന്ന് വീട്ടിൽ കയറിയിട്ട് തന്നെ പിന്നെ പോണം. നാട്ടിൽ ചെറിയ സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടെ അങ്ങനെ ആരോടത്തും പറയാതെ പോകുന്നതേനില്ല. അപ്പൊ ചെല്ലുമ്പോ മലപ്പുറം അങ്ങനെ കോഴിക്കോട് എത്തിയിട്ടാണ് എല്ലാവരും അറിഞ്ഞത്. അപ്പൊ എല്ലാവരോടും പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് യാത്രയാണ് പോണേ. ഏതായാലും അങ്ങനെ പോകുമ്പോ നമുക്ക് നീലഗിരി കോളേജിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പേരൊന്നും അറിയോ? ഒരു ഇതില് ബാബു എടവണ്ണ. എന്താ ചെയ്യണേ? ഞാൻ ഷോപ്പിൽ മാനേജറായി വർക്ക് ചെയ്യാം. പിന്നെ അറിയില്ലേ? വാഹിദ് റഹ്മാൻ ഡ്രൈവറാണ്. അതേ ഷോപ്പില് ഡ്രൈവറാണ്. സ്ഥലം എവിടെ? എടവണ്ണ. സജീർ പിന്നെ എടവണ്ണ തന്നെയാണ്. ഞാനും ഡ്രൈവറാണ്. അപ്പൊ ഓക്കെ, കണ്ടതിൽ സന്തോഷം. എല്ലാവരും
കറക്റ്റ് നമ്മൾ ദേവാലയം എത്താനായി കഴിഞ്ഞപ്പോൾ ആര്യന് നന്നായിട്ട് ഉറങ്ങി. പിന്നെ കറക്റ്റ് സ്പോട്ടിലെത്തിയപ്പോൾ അവൻ ഉറങ്ങിയത്. നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്പോട്ട് കഴിഞ്ഞു. അത്യാവശ്യം നല്ല വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി സ്പോട്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ സത്യത്തിൽ അവിടെ ഒരു വാഷ്റൂം പോകാനും വെള്ളം കുടിക്കാനും നിർത്തിയതേനു. അപ്പോഴാണ് ആര്യന് നല്ല ഉറക്കം വന്നതെന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പോൾ ഒന്നും നോക്കിയില്ല. അത്യാവശ്യം ഈവനിങ് അയക്കണം. അപ്പോൾ കുറച്ച് നേരം അവനെ ഉറക്കിയിട്ട് പിന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കണ്ടു. ദേവാല പോട്ടെ. പറ. അപ്പൊ ഞങ്ങൾ അങ്ങനെ കാണുന്ന നാട്ടിലെത്തി. ഏതാ നാടിന്റെ പേര്? നാടിന്റെ പേരാണ് കാണുന്ന നാട്. നമ്മളങ്ങനെ നാട് കാണി എത്തിക്കാണ്. നമ്മള് ദേവാലയം നിക്കണമെന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇനിയിപ്പോ വേണ്ട നാട് കാണി തന്നെ ആക്കാൻ വിചാരിച്ച് അങ്ങനെ റൈഡ് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ നാട് കാണി എത്തി. നമുക്ക് ആരും അതിന്റെ ഇടയിൽ ഉറങ്ങീന്. അപ്പൊ വിചാരിച്ചില്ല ഈ ഒരു സമയമാകുമ്പോഴത്തേന് എത്താൻ പറ്റുന്നു. എന്തായാലും കറക്റ്റ് 6 മണി ആയപ്പോഴത്തേന് നമ്മള് നാട് കാണി എത്തിക്കാണ്. സ്റ്റേ എവിടെ ഞങ്ങള് നാട് കാണി നിക്കണില്ല, പോവാത്ര. ഞങ്ങള് നാട്ടിൽ പോട്ടെ. നിങ്ങൾ എത്താൻ നോക്കട്ടെ. ഏതായാലും ചുരം ഇറങ്ങല്ലേ, പെട്ടെന്ന് എത്തുണ്ടാവും. ഇടക്കിടക്ക് എത്തിക്കാൻ പറ്റും. നമ്മളെ ഈ ഒരു ചുരം ഇറങ്ങുക എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ഞാൻ കോഴിക്കോട് നിന്നപ്പോൾ കുറേ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു അവർ വയനാട് ചുരം കയറുന്നതിനെ പറ്റി എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ചുരം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കയറുമായിരിക്കും. എനിക്ക് ചുരം ഇറങ്ങുന്നതാണ് ഭയങ്കര ടെൻഷൻ. പക്ഷേ സത്യം പറയാച്ചാൽ നാട് കാണി ചുരം ഇറങ്ങാൻ ഭയങ്കര രസമായിരുന്നു. എനിക്ക് ലാസ്റ്റ് ചുരം കഴിയാനായപ്പോൾ അയ്യോ അത് കഴിയാനായേ തോന്നി. കാരണം അത്രയ്ക്ക് ഈസി ആയിട്ട്, പിന്നെ വണ്ടിത്തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല കൂളായിട്ട്. പിന്നെ ആ ടൈമും ഏകദേശം 5:45 6 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ റൈഡ് ചെയ്ത് പോണത്. അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് കൂളായിട്ട് റൈഡ് ചെയ്ത് പോയി. എനിക്ക് ഈ ഒരു ഇന്നത്തെ യാത്രൻ്റെ ഇടയിൽ ഏറ്റവും ഹാപ്പി മൊമെൻ്റ് എന്ന് പറയുന്നത് അതാ. ഒന്നാമത് ഞാൻ അത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു ചുരം ഇറങ്ങണ ഒരു ഇത് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് മോനെ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങിയപ്പോൾ എടക്കര എത്തിയതാണ്. എടക്കര എൻ്റെ ഒരു അമ്മായിൻ്റെ വീടുണ്ട്, അവിടെ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അധികം എനിക്ക് വിഷ്വൽസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അവിടെ എത്തി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗിൽ തന്നെ നമ്മൾ അവിടെ നിന്ന് റൈഡ് ചെയ്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നമ്മളൊരു വീട്ടിലെത്തിയൊരു ഫീലായി. ഇനിയിപ്പോൾ ഇവിടുന്ന് എടക്കര, നിലമ്പൂർ, വണ്ടൂർ, അങ്ങനെ പാണ്ടിക്കാടാണ് നമ്മൾ വീട് വരുന്നത്. അവിടേക്ക് പോകണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നിലമ്പൂർ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ സൈക്ലിംഗ് ക്ലബ്ബായിട്ടുള്ള പാണ്ടിക്കാട് ബെഡലേഴ്സിൻ്റെ നമ്മളടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കൂടെ റൈഡ് ചെയ്ത് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഭയങ്കര ഒരു സന്തോഷം. എന്താ വെച്ചാൽ നമ്മൾ കുറേ ഒരു മാസം ഏകദേശം 1 മാസം 2 ആഴ്ചയായി അതിനെ കൂടെ നമ്മളെ നാട്ടിൽ ഇട്ട് ഏകദേശം നാടിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു യാത്രയിലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഒരു യാത്രയുടെ ഭാഗമായിട്ട് നമ്മളെ നാട്ടിൽ കൂടെ റൈഡ് ചെയ്ത് വരുമ്പോഴുള്ളൊരു സന്തോഷം. അവിടെ ഇതേപോലെ 1-2 വ്ളോഗേഴ്സൊക്കെ നമ്മളെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം വെച്ചാൽ നമ്മൾ ഈ ഒരു റോഡിൽ റൈഡ് ചെയ്ത് പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് ഒരുപാട് ആൾക്കാരെ മുഖത്ത് ചിരി വരുത്താൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ റൈഡ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര വേറെ സ്ട്രെസ്സിലും തിരക്കിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മളീ ഒരു യാത്ര കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊരു പോസിറ്റീവായിട്ട് എടുക്കുന്നത് വെച്ചാൽ നമുക്ക് ആർക്കെങ്കിലും ഒരു പുഞ്ചിരി നമ്മളെ കൊണ്ട് ചെയ്യാൻ ആഘോഷമൊക്കെ കണ്ടില്ലേ? ഓ അതൊന്നും പറയണില്ലേ ഇവിടെ എത്തിന്നൊന്നും? ടയർഡായോ? വയനാട് ഈ സമയമാണെന്നുണ്ടെങ്കിൽ ഇത് മേനയുടെ മകനും മകളുമാണ്. ഇതാരറിയോ? രാജീവ് മാഷ.
ഞങ്ങൾ നിലമ്പൂരുള്ളത് ഉപ്പാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോൻ്റെ വൈഫിൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ ഒരു നമ്മളെ ഫുഡ് കഴിക്കാൻ റെസ്റ്റ് ചെയ്യാനൊക്കെ ഉച്ചയ്ക്ക് വിളിച്ചത്. നല്ല ക്ഷീണം ഉണ്ടായിന്. ഉച്ചയ്ക്ക് കുറച്ച് വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അത് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഞങ്ങൾ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് ഇവിടുന്ന് പോകാനെങ്കിൽ നേരെ നാട്ടിലേക്ക്. പിന്നെ അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങണം. ഭയങ്കര സന്തോഷം ഇവിടെ വരാൻ പറ്റിയതും. അതേപോലെ തന്നെ അടിപൊളി ഫുഡും ഒക്കെ കുറച്ച് നേരം കിടന്ന് റെസ്റ്റൊക്കെ ചെയ്ത് സന്തോഷം. അങ്ങനെ അവിടുന്ന് നേരെ പിന്നെ നിലമ്പൂരിൽ നിന്ന് വണ്ടൂർക്ക് ഒരു ഷോർട്ട് റൂട്ട് ഉണ്ട്. അതിനെ കൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാമെന്ന് പറഞ്ഞിരുന്നു. അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആ റൂട്ട് പിടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ റൈഡ് ചെയ്തു. ഒന്നുകൂടി രസേനയിൽ കൂടെ റൈഡ് ചെയ്ത് പോകാൻ. പിന്നെ നമ്മളങ്ങനെ വണ്ടൂരെത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മൾ സ്പോട്ട് എത്തിക്കാണല്ലോ. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായി. കാർ എവിടെ? ഇതാ കയ്യിലുണ്ടോ? കാർ കിട്ടോ? അങ്ങനെ നമ്മളെ നാട്ടിലെത്തി. ഇത് ഞാൻ ആദ്യം വർക്ക് ചെയ്തതിന് ഫാർമസിയാണ്. അപ്പോൾ അവിടെ എത്തി. നമ്മൾ ഒരു എടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല, വരുന്നവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി. പേരെന്താ? പേര് വിഷ്ണു ശങ്കർ. വിഷ്ണു ശങ്കർ. സ്ഥലം കുറച്ച് താലപ്പൊലി പറമ്പാണ്. ഓക്കെ. താലപ്പൊലി പറമ്പാണല്ലേ? ശരി. നിങ്ങൾ പോകുന്ന യാത്രയിൽ നന്നായി വരണം. വളരെ താങ്ക് യു. ഇല്ല കുഴപ്പമില്ല. ഇതിലൊന്നും വരൂലല്ലോ അല്ലേ? പറഞ്ഞു. പേര് സ്ഥലം പറഞ്ഞോളൂ. പറയണോ? ആണോ? പേരെന്ന് പറയോ? പേര് അനിജിത്ത്. സ്ഥലം ചെമ്പ്രശ്ശേരി. ഇവിടെ തന്നെ ആണോ? എന്താ പേര്? സുബി. ഓക്കെ. സ്ഥലം എവിടെ? ചെമ്പ്രശ്ശേരി. ശരി. അതിലൊരാൾ നേഴ്സാണ്. ഓൻ്റെ വൈഫ് നേഴ്സാണ്. ഒന്ന് നോക്കിയില്ലേ? നിങ്ങൾ പേര് പറഞ്ഞില്ല കേട്ടോ. നമുക്ക് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. വീഡിയോയിലല്ലേ കളിയോ? എവിടെ പേര് നോക്കാം. പപ്പാന്റെ പേരല്ലേ നോക്കാം. പാണ്ടിക്കാടിന്റെ യുദ്ധമുറ കടത്തുകാരനായ കളത്തിൽ കുഞ്ഞാലിയുടെ പപ്പാന്റെ പേര്. ഇവിടെ അവര് മാത്രല്ലടാ, വേറെയും വീരന്മാരെ പേരുണ്ട് ഇതിലൊക്കെ കേട്ടോ. ചുറ്റും പാണ്ടിക്കാട് യുദ്ധം നടന്നത് അറിയില്ല. എടുക്കട്ടെ ആദ്യം. എത്തിയിട്ടുണ്ട്. നിയാസ് മെയിന് പറഞ്ഞില്ലേ നാളത്തെ അപ്പൊ അറിയുന്നില്ല പറഞ്ഞാല് ഓർമ്മയിലില്ലല്ലോ. ഞാൻ ഒച്ചൻ ചോട്ടണോ? ഓനൊച്ചൻ ചോട്ടണോ? നമുക്ക് കേൾക്കാം. പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചല്ല, ഓനും ഗ്യാപ്പോട്ട് ഇങ്ങനെ ഓടിച്ചാൽ മതി. അത് മനസ്സിൽ വേണം. അത് കൂളായിട്ട് പോണത്. ഭത്തയുടെ നേതൃത്വത്തിൽ എന്താ പറയൂ. എന്താ കിട്ടിക്കണേ? കോലുണ്ടോ എന്താ നിങ്ങൾ ഇവിടെ? എന്താ
ഇത് റോയൽ ആ സ്ട്രോബെറി ചീസ് ബോംബല്ലേ ചീസ്. അച്ഛ ആരെങ്ങനെയുണ്ട്? സ്ട്രോബെറിയോ? സൂപ്പറാ. എവിടെ രക്തഹാരം ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. അതാണ് ഞാൻ പറഞ്ഞത്. പെരുന്നായിപ്പത് നാളെ പൊടിമീനും കഞ്ഞിയാട്ടോ. പൊടിമീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊടിമീൻ നോക്കണല്ലേ. അല്ലേ അവൻ പോവാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ടൊക്കെ ഉറങ്ങി രാവിലെ എൻ്റെ കമ്പനിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ പെട്ടെന്ന് വന്നുകൊണ്ടതിന് അവർക്കൊന്നും സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അവിടെ എല്ലാ സ്റ്റാഫുകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മളടുത്ത് രാവിലെ എണീറ്റ് എന്തായാലും വരുമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല നമ്മളെ സൈക്കിൾ ഇന്നലെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായില്ല, ഇവിടെ തന്നെ വെച്ചിരിക്കുന്നു. ഇന്ന് ഈവനിങ് നമുക്ക് പാണ്ടിക്കാട് ചുറ്റൊരു ചെറിയ പ്രോഗ്രാമും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ സൈക്കിളായിട്ട് അവിടേക്ക് പോകണമല്ലോ, അതുകൊണ്ട് നമ്മൾ സൈക്കിൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമ്പനിയിലെത്തി അവരെല്ലാവരും മീറ്റ് ചെയ്ത് നമുക്ക് നമ്മളീ ഒരു യാത്രാ വിവരണം നമ്മളെ ആൾക്കാരുടെ അടുത്തൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് കമ്പനിയിലെത്തിയതേനു. അപ്പോൾ അവർ നമുക്ക് ചെറിയ മൊമെൻറ്റും അതേപോലെ നമ്മളെ ഒരു യാത്രക്ക് വാല്യൂ തരുന്ന രീതിയിൽ അവർ നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഒരുപാട് സന്തോഷമായി. പിന്നെ നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ ഒരു യാത്രക്ക് എടുത്ത എഫേർട്ട് ആളുകൾ തിരിച്ചറിയണതും നമുക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്നും ചെയ്തു തരുന്നതും നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് നല്ലൊരു അടിപൊളി നമ്മളെ ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു റൈഡിൻ്റെ ഇടയിൽ എടുത്തിട്ടുള്ള അതൊക്കെ നമുക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒക്കെ ഡ്രസ്സിൻ്റെ ഫീൽഡിലാണ്, അതായത് കിഡ്സിൻ്റെ ഷർട്ടിൻ്റെ അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന യൂണിറ്റാണത്. അതിൻ്റെ സെയിൽസിലായിരുന്നു ഇതിൻ്റെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ സത്യം പറയിച്ച സീസൺ ടൈമാണ് അവർക്ക്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു ജോലിൻ്റെ മാറി നിന്ന് നമ്മൾ ഈ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും അവർ നമുക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും തന്നു. പിന്നെ അന്ന് ഈവനിങ് ആയപ്പോൾ നമ്മളിവിടെ പാണ്ടിക്കാട് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് നമ്മളെ ആദരിക്കുന്ന ഒരു ചെറിയൊരു ഇതുണ്ടായി. ഒരുപാട് കാണികളുടെ ഇടയിൽ സ്റ്റേജിൽ കയറിയിട്ട് നമുക്ക് നമ്മളെ മൊമെൻറ്റ് മേടിക്കാനും അതുപോലെ തന്നെ അവിടെ പാണ്ടിക്കാട് പെട്ലേഴ്സ് ഒരു വയനാട്ടിലേക്കൊരു സൈക്ലിംഗ് യാത്ര നടത്തുന്നുണ്ട്. അതിൻ്റെ JC ലോഞ്ചിങ്ങും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമായി. നമ്മളെ നാട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു സ്വീകരണവും അതുപോലെ തന്നെ ആദരിക്കലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്തൊരു എഫേർട്ട് എത്രത്തോളമാണ് നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ നമ്മുടെ ആൾക്കാർ തിരിച്ചറിയുമ്പോൾ ഉള്ളൊരു സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും നമ്മളിപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം വീട്ടിൽ നിന്ന് അത് റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാലക്കാട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത്രയും ദിവസത്തിൻ്റെ ഇടയ്ക്ക് 4-5 ജില്ലകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയതും അതിലൊരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തതും നമ്മളെ നാട്ടുകാരും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഇനി നമ്മൾ യാത്ര അവസാനിച്ചിട്ടില്ല. ഇനി പാലക്കാട്, തൃശ്ശൂർ അങ്ങനെ നമ്മൾ റൈഡ് ചെയ്ത് പോവായിരിക്കും. അപ്പോൾ ഇനിയുള്ള ജില്ലകളും ഇതുവരെയുള്ള യാത്ര എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അത്രയും അടിപൊളിയാണ്. അപ്പോൾ ഇനിയും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് തുടർന്നുള്ള നമ്മളെ യാത്ര എന്തായിരിക്കും എന്നുള്ളത്. നമ്മുടെ ഒരു പ്ലാനും ഇല്ലാത്തൊരു യാത്ര, ഒരു പ്ലാനും ഇല്ലാതെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നതും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് കിട്ടുന്നതും. അപ്പോൾ ഇനി അങ്ങോട്ടും നമ്മൾ ഒട്ടും പ്ലാനഡ് അല്ല. നമ്മൾ 2 ദിവസം വീട്ടിൽ നിൽക്കും, അത് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് പോകാമെന്നുള്ളതാണ് ലക്ഷ്യം. ബാക്കിയെല്ലാം അൺപ്ലാൻഡ് ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം.